സത്യവുമായി ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത വാർത്തകൾ അടിച്ച് മിന്നിക്കുകയായിരുന്നു. ഇസ്ലാമാബാദിന് നേരെ മിസൈൽ ആക്രമണം, കറാച്ചിയിലേക്ക് ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണം, കറാച്ചി തുറമുഖവും അടുത്തുള്ള എണ്ണ ശുദ്ധീകരണശാലയും കത്തുന്നു, വലിയ ആൾനാശം. അതിനിടയ്ക്ക് വരുന്ന ഒരു വാർത്ത, ഇന്ത്യ രാജ്യത്ത് എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു. പ്രത്യേകിച്ച് തലക്കകത്തും പുറത്തുമൊന്നും ഇല്ലാത്ത ഒരു വാർത്താ അവതാരം ഉണ്ടല്ലോ, അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തിമർക്കുകയായിരുന്നു. ബിഗ് ബ്രേക്കിംഗ് ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ എൻട്രി ബാൻ ചെയ്തിരിക്കുന്നു. ഏറ്റവും വിമാനത്താവളങ്ങൾ അടച്ചു, ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്നുള്ളതാണ് വിവരം വരുന്നത് അല്ലേ? ഈ പൊട്ടന്മാർ വിളിച്ചു പറഞ്ഞ വിട്ടിത്തരം കേട്ടിട്ടാണ് ഞങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്തത്. സത്യത്തിൽ ഞങ്ങൾക്ക് വിമാനം കിട്ടിയില്ല, അതുകൊണ്ട് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റിയില്ല എന്ന് പറയും. നേരത്തെ കർണാടകത്തിൽ ഒരു നിർഭാഗ്യവാനായ ലോറിക്കാരനും അവൻ്റെ ലോറിയും കൂടി പുഴയിൽ വീണ സംഭവമില്ലേ, അന്നും ഇദ്ദേഹം ഇതുപോലത്തെ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പുള്ളി അവിടെ വന്നിട്ട് നീ കാണുന്ന കുന്നിൻ്റെ ചുവട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ലോറി ഉള്ളത് എന്ന് പറയുകയും ആ കുന്ന് കൊഴിപ്പിക്കുകയും ചെയ്തു. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? ഒന്ന് കുഴിച്ചിട്ടും വിശേഷ വിധിയായിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം പുഴയിൽ നിന്ന് ഈ ലോറിയും ആ നിർഭാഗ്യവാനായ ഡ്രൈവറെയും കണ്ടെടുത്തു. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ രീതി. പ്രചരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഡോണ്ട് ബിലീവ് ദം, ദേ ആർ ലയേഴ്സ്. അതുകൊണ്ട് സത്യം പറയട്ടെ, ഈ പാകിസ്ഥാൻകാർ ചെയ്യുന്ന ദ്രോഹം എത്ര നിസ്സാരമാണ്. ഇവിടുത്തെ ചില ഡാഷുകളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന മര്യാദകൾ വെച്ച് നോക്കും